ഹലോ ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഹിറ്റായ റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇവിടെ ഞാൻ 600 ഗ്രാം ചിക്കനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നായി നമ്മൾ പാനിലേക്ക് ഇടുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 2 മീഡിയം തക്കാളി അരിഞ്ഞതും, ഒരു മീഡിയം സവാളയുടെ പകുതി അരിഞ്ഞതും, 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ഗ്രാമ്പു, 3-4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 10-12 അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 5 ചെറിയ ക്യൂബ് ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ 2 പ്രാവശ്യം മാരിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് ഒരു 10 മിനിറ്റോളം വേവിച്ചപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്തിനാണ് ഓയിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതെന്ന് വെച്ചാൽ, ഈ കാശ്മീരി ചില്ലീൻ്റെ ആ ഒരു ഒറിജിനൽ റെഡ് കളറ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ശരിക്ക് കാണിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഫുഡ് കളറിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തൈരും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി എടുത്ത് അതിലെ വെള്ളം നന്നായിട്ട് കളഞ്ഞ് ഈ ബൗളിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ചിക്കൻ തിക്കയുടെ ശരിയായ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ മാരിനേഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ വേവിച്ച് വെച്ച മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അത് നമുക്കിനി ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരക്കുന്നതിന് മുന്നേ അതിലുണ്ടായിരുന്ന പട്ടയും ബേ ലീഫും എടുത്ത് മാറ്റിയിട്ടാണ് അരച്ചത്. കാരണം 600 ഗ്രാം ചിക്കന് ചിലപ്പം ആ ഗ്രേവിയിൽ ആ സ്പൈസസ് എല്ലാം കൂടി അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിലുള്ള പട്ട എടുത്ത് ഒഴിവാക്കിയിട്ടാണ് അരച്ചത്. ഇനി അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ എടുത്ത ഇഞ്ചിൻ്റെ അതേ സൈസിൽ ഏകദേശം 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയതും പിന്നെ 1 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും ബട്ടറിൽ കിടന്ന് മൂത്ത ആ ഒരു ടേസ്റ്റ് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് കുറച്ചും കൂടിയും ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച ഗ്രേവി കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതിലേക്ക് 1 നുള്ള് കസൂരി മേത്തി കൂടി കൈകൊണ്ട് ഒന്ന് ഉരതി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഗ്രേവിക്കുള്ള ബാക്കി കൂടി ചെയ്യാം. ഇനി ഒരു തവ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഗ്രിൽ പാന് വേണമെന്നില്ല. അത് ഗ്രില്ല് മാർക്ക് തിക്കേൻ്റെ ഒരു ഒറിജിനൽ ലുക്ക് എന്ന് പറഞ്ഞൊരു ഗ്രിൽ മാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തവ ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കതിങ്ങനെ ഗ്രിൽ മാർക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഏത് പാനായാലും യൂസ് ചെയ്യാം. അപ്പോൾ 2 സൈഡും ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല. കാരണം ബട്ടർ ചിക്കനിലിട്ട് ആ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. അങ്ങനെ വെന്തതിന് ശേഷം അത് മാറ്റി വെക്കുക.
അതാണ് ഇനി കഴിഞ്ഞു. ഇതോടെ ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ഈ ചിക്കൻ മുഴുവനായിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ബാലൻസിന് ചേർത്തിട്ടുണ്ട്. അത് ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുക്കിംഗ് ക്രീം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ കൺസിസ്റ്റൻസിയിൽ കിട്ടും. നിങ്ങൾക്ക് ഈ ബട്ടർ ചിക്കൻ കുറച്ച് ക്രീമി ആയിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഞാനൊരു 5-8 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുറുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ക്രീമും പിന്നെ ഒന്ന് കുറുകിയതിന് ശേഷം ഗ്രേവി നല്ലൊരു കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് കിട്ടി. അങ്ങനെ നമ്മളെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. അത് കുറച്ചും കൂടി കുക്കിംഗ് ക്രീമും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കാനും അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ 3-4 വട്ടം ഇതിന് മുന്നേ ഉണ്ടാക്കി ഫ്ലോപ്പ് ആവാതെ ഹിറ്റായൊരു റെസിപ്പിയാണ്. പിന്നെ എന്നോട് കുറേ പേര് ഈ ബട്ടർ ചിക്കൻ കഴിച്ചവർ തന്നെ എന്നോട് റെസിപ്പി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ബോൺലെസ് ചിക്കനും അല്ലാണ്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നാൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ ഇത് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. വീഡിയോ കണ്ടതിന് താങ്ക് യു.